Good morning. Good morning, ma'am. Good morning. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ്. ഓക്കെ, കഴിഞ്ഞു അല്ലേ? ശരി. അപ്പോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു മിനിറ്റ് ട്ടാ. പബ്ലിക് റിലേഷൻസ് അല്ലെ, അതിനകത്ത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടു. ഓരോ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് പൊതുജന ബന്ധം, ആ ഒരു ബന്ധം നമുക്ക് വിലയിരുത്താനുള്ള സൂചകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ആ സൂചകങ്ങൾ ഏത് രീതിയിലാണ് പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കില്ലേ? ഒരു മിനിറ്റ്. അതിന് നമ്മള് ചാപ്റ്റർ നമ്പർ 4 ആണ് കേട്ടോ. മൊഡ്യൂൾ 3ക്കകത്ത് ചാപ്റ്റർ നമ്പർ 4 ആണ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ ആണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങളുടെ എനിക്ക് തോന്നുന്നു 37ാമത്തെ ചാപ്റ്റർ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഓരോ സൂചകങ്ങളും ഏത് രീതിയിലാണ് പബ്ലിക് റിലേഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതായത് മോർ ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ആണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലെസ് ദ പബ്ലിക് റിലേഷൻ. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ ഓരോ കണക്ഷൻസും പറഞ്ഞില്ലേ. മോർ വോളണ്ടിയറിസം ആണെങ്കിൽ എന്തായിരിക്കും? ഗുഡ് പബ്ലിക് റിലേഷനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സൂചനകളും ഏത് രീതിയിലാണ് പബ്ലിക് റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പിന്നെന്താ നമ്മൾ മനസ്സിലാക്കിയത്? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആരാണെന്നും അദ്ദേഹത്തിന് വേണ്ട ക്വാളിറ്റീസുകൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു ക്വാളിറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ആംബിൾ കോമൺ സെൻസ് ഉണ്ടായിരിക്കണം, അത്യാവശ്യം എന്താണ് ഗുഡ് ജഡ്ജ്മെന്റ് ഉള്ള ആളായിരിക്കണം, ഒബ്ജക്ടിവിറ്റി ഉണ്ടായിരിക്കണം, അത്യാവശ്യം ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അപ്പൊ പബ്ലിക് റിലേഷൻ ഓഫീസർ ആരാണെന്നും അദ്ദേഹത്തിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റോൾ ഓഫ് PR ഓഫീസർ ആണ്. അതായത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോള് എന്തൊക്കെയാണ്, എന്തൊക്കെ റോളുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഈ പറയുന്ന നിയമങ്ങൾ കേട്ടോ, ഓരോ എന്തൊക്കെ റോളാണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ റോളാണ് അദ്ദേഹം ചെയ്യുന്നത്? ഒന്ന് അഡ്വക്കേറ്റ്. ഒരു അഡ്വക്കേറ്റിന്റെ റോൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം LLB കഴിഞ്ഞ് അങ്ങനെ ആ ഒരർത്ഥത്തിലല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരു ലീഗൽ അഡ്വൈസർ എങ്ങനെയാണോ ഒരു സ്ഥാപനത്തിന്, ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ ആ ഒരു റോളാണ് ആര് ചെയ്യുന്നത്? പബ്ലിക് റിലേഷൻ ഓഫീസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന്? അഡ്വക്കേറ്റ്. രണ്ടാമത്തെ എന്താണ്? നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണ് അല്ലെ. ഇതൊക്കെ റോളുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിക്കേറ്ററിന്റെ റോൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് മൂന്നാമത്തെ പോയിന്റ്? പ്രോബ്ലം സോൾവർ ആണ് അല്ലെ. പ്രോബ്ലം സോൾവർ ആണ്. അതുപോലെ തന്നെ ഒപ്പീനിയൻ മായിസ്ട്രോ. ഒപ്പീനിയൻ മായിസ്ട്രോ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് വളരെ വിദഗ്ധനായിട്ടുള്ള, നിപുണനായിട്ടുള്ള ആള് എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഏതൊക്കെ റോളുകളാണ് അദ്ദേഹം ചെയ്യുന്നത്? ഒന്ന് അഡ്വക്കേറ്റ് ആണ്, അതിന്റെ റോള് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഒരു പ്രോബ്ലം സോൾവർ ആണ്, കമ്മ്യൂണിക്കേറ്റർ ആണ്, ഒപ്പീനിയൻ മായിസ്ട്രോ. അങ്ങനെ വിവിധ റോളുകളിലാണ് ആര് പ്രവർത്തിക്കുന്നത്? പബ്ലിക് റിലേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നത്. അതെ, കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം, അഡ്വക്കേറ്റിന്റെ റോള് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്ററിന്റെ റോളുണ്ട്, പ്രോബ്ലം സോൾവറിന്റെ റോളുണ്ട്, ഒപ്പീനിയൻ മാസ്റ്റർ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. ഇവ ഓരോന്ന് എന്താണുള്ളത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ പേരുകൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കാരണം നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോളിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അതുപോലെ ഇതിനുള്ള എക്സ്പ്ലനേഷനും ചോദ്യങ്ങൾ വരും കേട്ടോ. ഇത് പ്രത്യേകമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കാം. നമുക്ക് ആദ്യത്തെ പോയിന്റ് വായിക്കാം. അഡ്വക്കേറ്റ് എന്താണ് പറയുന്നത്? ദ പബ്ലിക് റിലേഷൻസ് മാനേജർ ഈസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി.
ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്പനിയുടെ ചീഫ് അഡ്വക്കേറ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം, ചീഫ് ലീഗൽ അഡ്വൈസർ പോലെയാണ് ആര്, പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. കാര്യം എന്താണ്, ഹി ഹാസ് ടു കോൺസെൻട്രേറ്റ് ഓൾ എനർജി ഓൺ ബിൽഡിംഗ് എൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഓർഗനൈസേഷനെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ എനർജിയും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ആര്, പബ്ലിക് റിലേഷൻ ഓഫീസർ. ചാപ്റ്റർ നമ്പർ മൊഡ്യൂൾ വൈസ് മൊഡ്യൂൾ 3 4 ആണ് കേട്ടോ, ചാപ്റ്റർ നമ്പർ 4 ആണ് എടുക്കുന്നത്. മൊഡ്യൂൾ 3 അകത്ത് ചാപ്റ്റർ നമ്പർ 4 ആണ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്യാം കേട്ടോ, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. നിങ്ങളുടെ 37ാമത്തെ അങ്ങനെ എന്തോ ആണ് കിടക്കണേന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. ഹി ഈസ് ദ സ്പോക്സ് പേഴ്സൺ ഫോർ ദ മാനേജ്മെന്റ്. അദ്ദേഹം എന്താണ്, മാനേജ്മെന്റിന്റെ ഒരു വക്താവാണ്. മാനേജ്മെന്റിന്റെ വക്താവാണെന്ന് പറയാൻ കാരണം എന്താണ്, ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട്, കാര്യം ഇദ്ദേഹം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ, പബ്ലിക്കുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരിൽ നിന്നുമുള്ള എല്ലാ ഫീഡ്ബാക്സും മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം ഇംപ്രൂവ്മെന്റ്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു അഡ്വൈസ് പോലെ മാനേജ്മെന്റിന് കൊടുക്കുന്നത് ആരാണ്, ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം എന്താണെന്ന് പറയുന്നത്, ഒരു ചീഫ് അഡ്വക്കേറ്റ് ആണെന്ന് പറയാൻ കാര്യം. കാര്യം എന്താണ്, ഒരു കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ പോലെയാണ് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. ആ ഒരു മാനേജ്മെന്റിന് വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും കൊടുക്കാനായിട്ട് കൊടുക്കുന്നത് ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, അത്രയേ ഉള്ളൂ അഡ്വക്കേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ദ പബ്ലിക് റിലേഷൻ മാനേജർ ഈസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. He has to concentrate all energy on building an organization and he is the spokesperson for the management. അതിലെ മാനേജ്മെന്റിന്റെ വക്താവാണ്. ചോദിക്കാട്ടോ, ആരാണ് മാനേജ്മെന്റിന്റെ വക്താവായിട്ട് പ്രവർത്തിക്കുന്നത്, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് കമ്മ്യൂണിക്കേറ്റർ. അറിയാലോ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ആർക്കിടയിൽ, ഈ പറയുന്ന ഹോസ്പിറ്റലിനും പബ്ലിക്കിനും. എന്താണ്, ഒന്നുകൂടി പറയാം, ഏതാണ് പറയേണ്ടത് സുഷ, അഡ്വക്കേറ്റ് ആണോ പറയേണ്ടത്? മനസ്സിലായില്ലേ അഡ്വക്കേറ്റ് എന്താണ് ഉദ്ദേശിച്ചത്, അതാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ ഒരു LLB കഴിഞ്ഞ് വന്നിരിക്കണം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ എന്തുണ്ടായിരിക്കും, ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ടായിരിക്കും. ഓക്കെ, അവർക്ക് വേണ്ട കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, മറ്റു പല ആ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഒരു റോളാണ് ആർക്കുള്ളത്, പബ്ലിക് റിലേഷൻ ഓഫീസർക്കുള്ളത്. അദ്ദേഹം എന്താണ്, ആ ഒരു കമ്പനിയുടെ ചീഫ് അഡ്വക്കേറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാര്യം എന്താണ്, പബ്ലിക്കുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരിൽ നിന്നുമുള്ള ഫീഡ്ബാക്ക് ഒക്കെ മനസ്സിലാക്കിയിട്ട് മാനേജ്മെന്റിന്, ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്, പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. മനസ്സിലായി? അപ്പൊ ആ ഒരു അർത്ഥത്തിനാണ് അദ്ദേഹം ചീഫ് അഡ്വക്കേറ്റ് ആണ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഹീസ് ദ സ്പോക്സ് പേഴ്സൺ ഫോർ ദ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ വക്താവാണ് ആര്, പബ്ലിക് റിലേഷൻ ഓഫീസർ. കാര്യം എന്താണ്, പബ്ലിക്കുമായിട്ട് ഇടപെട്ടിട്ട് മാനേജ്മെന്റിന് അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൊടുക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് PR എന്ന് പറയുന്നത് കേട്ടോ, പബ്ലിക് റിലേഷൻ ഓഫീസർ. ക്ലിയർ ആയോ? ചോദിച്ചാൾക്ക് ക്ലിയർ. സുഷി അല്ലേ ചോദിച്ചത്? ഓക്കെ ആണോ സുഷിക്ക്? മനസ്സിലായോ? ചെറിയൊരു പോയിന്റ് ആണ് കേട്ടോ അത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കമ്മ്യൂണിക്കേറ്റർ അല്ലെ. അപ്പൊ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുമ്പോൾ ആർക്കിടയിലാണ് ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടത്? ആർക്കിടയിലാണ് പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ പബ്ലിക്കിനും അതുപോലെ തന്നെ ആരുടെ ഇടയിലുമാണ്? നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഇടയിൽ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം അല്ലെ. നമുക്ക് വായിക്കാം. ദ പബ്ലിക് റിലേഷൻ മാനേജർ ക്രാഫ്റ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ പോളിസീസ്. സാധ്യത ഗുഡ് മോർണിംഗ് ട്ടാ. ഓക്കെ, ശ്രദ്ധിക്കാം, ക്ലാസ് ശ്രദ്ധിക്കാം. ദ പബ്ലിക് റിലേഷൻസ് മാനേജർ ക്രാഫ്റ്റ് ദ കമ്മ്യൂണിക്കേഷൻ പോളിസീസ് ആൻഡ് സൂപ്പർവൈസസ് the development of all statement and news releases for the company. ഇതാണ് പറയുന്നത്. ഒരു പബ്ലിക് റിലേഷൻ മാനേജർ അഥവാ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് എല്ലാ രീതിയിലുമുള്ള കമ്മ്യൂണിക്കേഷൻ നയങ്ങളും ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന വ്യക്തിയാണ്.
എന്നുവെച്ചാൽ അധികം ഒരുപാട് പേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. മാനേജ്മെന്റിന് വേണ്ടി പബ്ലിക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിന് വേണ്ടി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എന്താണ് ഈ പറയുന്ന സേവനങ്ങൾ പബ്ലിക്കിലോട്ട് എത്തിക്കാൻ മാസ് മീഡിയാസ് ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആർക്കുണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ നയങ്ങളും ക്രാഫ്റ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സുകളും അതുപോലെ തന്നെ ന്യൂസ് റിലീസസ് അല്ലെ, അതായത് ന്യൂസ് റിലീസസും കാര്യങ്ങളും എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് വികസിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, പബ്ലിക് റിലേഷൻ ഓഫീസർ. കാര്യം എന്താണ്, ഈ മീഡിയാസ് വഴി വേണം ഇതിന് പബ്ലിസിറ്റി കൊടുക്കാനായിട്ട്. അപ്പൊ അവർക്ക് ഈ ഒരു കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ന്യൂസ് റിലീസസ് മറ്റുള്ള സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ സൂപ്പർവൈസ് ചെയ്യുന്ന മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്, എനിക്കൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ ദ എസെൻഷ്യൽ ടാലന്റ്സ്. അപ്പൊ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹം എന്താണ് സോഷ്യോളജി, സൈക്കോളജി അതുപോലെ ജേർണലിസത്തിലൊക്കെ നല്ല ടാലന്റ് ഉള്ള ആളായിരിക്കണം. സോഷ്യോളജി എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റഡി ഓഫ് സൊസൈറ്റി ആണ് അല്ലെ, അതായത് നമ്മുടെ സമൂഹത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അപ്പൊ തീർച്ചയായിട്ടും പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമാണ് അല്ലെ. അപ്പൊ പബ്ലിക്കായിട്ട് ഇടപെടണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ എന്താ അറിയണം, സോഷ്യോളജി അല്ലെ. സോഷ്യോളജി അറിയാന്ന് പറയുമ്പോൾ പബ്ലിക്കിന് അറിയാനായിട്ട്, സമൂഹത്തിന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു അറിവുണ്ടായിരിക്കണം. പിന്നെന്താണ്, സൈക്കോളജി അറിഞ്ഞിരിക്കണം അല്ലെ. നമ്മളിപ്പോ സൈക്കോളജി എന്തിനാ പഠിക്കുന്നത്, അതായത് നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകളുടെ ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് ചെയ്യാനായിട്ട് അല്ലെ, അവരെ എങ്ങനെ നമുക്ക് മാനസികമായിട്ട് എങ്ങനെ അവരെ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഇപ്പൊ എഡ്യൂക്കേഷനിലാണെങ്കിൽ സ്കൂളിലൊക്കെ എഡ്യൂക്കേഷൻ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികളുടെ മാനസിക നിലവാരത്തിനനുസരിച്ച് വേണം ഓരോ ടീച്ചേഴ്സും പ്രവർത്തിക്കാനായിട്ട്. എന്നതുപോലെ ഈ വ്യക്തിയും എന്താണ് അത്യാവശ്യം സോഷ്യോളജി അതുപോലെ തന്നെ സൈക്കോളജി, പബ്ലിക്കിന്റെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇതും അറിയണല്ലോ, വൈബും അറിയണല്ലോ. ഓക്കെ, സൈക്കോളജി. പിന്നെന്താണ്, ഗുഡ് ജേർണലിസം, നല്ലൊരു ജേർണലിസം. നമ്മൾ പറഞ്ഞു ക്വാളിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറിനകത്ത് നമ്മളൊരു പോയിന്റ് പറഞ്ഞിരുന്നു അല്ലെ, എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ജേർണലിസം, നല്ലൊരു ജേർണലിസം എന്ന് പറയുമ്പോൾ അത്യാവശ്യം അവർക്ക് എന്താണ് എഴുതാനും അതുപോലെ സംസാരിക്കാനും അതുപോലെ പബ്ലിക്കായിട്ട് സംവാദിക്കാനും ഒക്കെ ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും അല്ലെ. നല്ല ബോൾഡ് ആയിരിക്കും, കാര്യങ്ങളൊക്കെ വളരെ വസ്തുനിഷ്ഠതയോടുകൂടി കാണാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും അല്ലെ, ജേർണലിസ്റ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളവര്. അത്തരത്തിലുള്ള ഈ പറയുന്ന സോഷ്യോളജി, സൈക്കോളജി, ഗുഡ് ജേർണലിസം എല്ലാം തന്നെ ഈ പറയുന്ന ഒരു ടാലന്റ് ആണ്. അതായത് അവർക്ക് വേണ്ട ഒരു ടാലന്റിന്റെ ഭാഗമാണ്. ഒരു നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള രീതി. കമ്മ്യൂണിക്കേഷൻസ് ഹാവ് ടു ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് റിലവന്റ് ടു ദ ഓഡിയൻസ്. ഇനി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എങ്ങനെയായിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം അല്ലെ, വളരെ വ്യക്തമായിരിക്കണം. അതുപോലെ തന്നെ ബ്രീഫ് ആയിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഒരുപാട് വാരി വലിച്ച് പറയാതെ അതിലുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും ബ്രീഫ് ആയിട്ട് നല്ല ഭാഷയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെന്താണ്, റിലവന്റ് ടു ദ ഓഡിയൻസ്. ഓഡിയൻസിനെ സംബന്ധിച്ച് എന്താണ്, റിലവന്റ് ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കും, അതായത് അത്രയും കാലിക പ്രസക്തിയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കണം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ് ടു ഡേറ്റ് ആയിരിക്കണം അല്ലെ. നിലവിൽ ഏത് രീതിയിലാണോ സമൂഹം മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എന്താണ് പോയിന്റ്, എന്താണ്, ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററിന്റെ റോള് ആർക്കുണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസർക്കുണ്ട്. അദ്ദേഹം ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോളിസികൾ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂസ് റിലീസസും മറ്റു സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള രീതിയിൽ സോഷ്യോളജി, സൈക്കോളജി അതുപോലെ തന്നെ ജേർണലിസത്തിലൊക്കെ നല്ല ടാലന്റ് ഉള്ള ആളായിരിക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം, ബ്രീഫ് ആയിരിക്കണം. ഓക്കെ, ചുരുക്കത്തിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റിലവന്റ് ടു ദ ഓഡിയൻസ്, ഓഡിയൻസിന് വളരെ എന്താ പറയുക റിലവന്റ് ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? മനസ്സിലാവണില്ലേ? അടുത്തതാണ് പ്രോബ്ലം സോൾവർ ആണ് കേട്ടോ. പ്രോബ്ലം സോൾവർ, അടുത്ത റോൾ എന്താണ്, പ്രോബ്ലം സോൾവർ ആണ്.
തീർച്ചയായിട്ടും എന്താണ് ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ സൊല്യൂഷൻ കണ്ടെത്തേണ്ട ഒരു വ്യക്തിയാണ് ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ. അതൊന്ന് ശ്രദ്ധിക്കുക. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് വായിക്കാം. ദ പബ്ലിക് റിലേഷൻസ് മാനേജർ ഈസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. ഒരു പ്രയോഗമാണ് കേട്ടോ അത്. ദ പബ്ലിക് റിലേഷൻസ് മാനേജർ ഈസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് എന്താണ്? ഒരു സ്പിൻ ഡോക്ടറാണ്. ഇതൊരു പ്രയോഗമാണ്. സ്പിൻ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സ്പിൻ ഡോക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ചില സംഭവങ്ങള് ചില സംഭവങ്ങളെ നമുക്കൊരു പ്രത്യേക വീക്ഷണകോണില് മറ്റുള്ളവരെ വ്യാഖ്യാനിക്കുന്നത് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കും എന്ന് തിരിച്ചറിയാൻ കഴിവുള്ള ഒരു വ്യക്തി ാണ് ഇവിടെ സ്പിൻ ഡോക്ടർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മളിപ്പോ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ അതൊരു പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, നെഗറ്റീവ് ആയിട്ടുള്ള കൂടുതലും എങ്ങനെ പബ്ലിക്കിലേക്ക് എത്തുന്നത് എന്ത് കാര്യങ്ങളായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ട നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോ എന്ത് കാര്യങ്ങൾ വന്നാലും ഇപ്പൊ മോശമായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് ഇഷ്യൂസ് സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്നതാണെങ്കിൽ കൂടിയും അത് പബ്ലിക്കിന് എങ്ങനെ അത് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പബ്ലിക് അത് എങ്ങനെ വ്യാഖ്യാനിക്കും? പബ്ലിക് ഏത് രീതിയിലാണ്, ഏത് വീക്ഷണകോണിലാണ് ആ ഒരു സംഭവത്തിനെ നോക്കിക്കാണുക അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുക എന്നത് തിരിച്ചറിയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് സ്പിൻ ഡോക്ടർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടൊരു സ്പിൻ ഡോക്ടറാണ് എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവങ്ങളെ പൊതുജനങ്ങള് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കും എന്ന് തിരിച്ചറിയാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഇവിടെ ഒരു സംഭവം നടന്നു, നമുക്കത് പ്രശ്നമില്ലാത്ത കാര്യമാണ്, അതിലൊരുപാട് ന്യായീകരണങ്ങൾ ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും പബ്ലിക്കിലോട്ട് എത്തുമ്പോൾ അവര് ആ ഒരു സംഭവത്തിന് ഏത് രീതിയിലാണ് നോക്കിക്കാണാന്ന് പറയാൻ പറ്റില്ല അല്ലെ? നല്ല രീതിയിൽ നോക്കിക്കാണേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ മോശം രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുക. അപ്പൊ അതെങ്ങനെ പബ്ലിക് വ്യാഖ്യാനിക്കും എന്നുള്ളത് മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് സ്പിൻ ഡോക്ടർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ഈസ് ഹി ഓർ ഹെർ ജോബ് to put the best face on news and information that could embarrass or defame the company's reputation. അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട റോൾ എന്താണ്? ഇറ്റ് ഈസ് ഹി ഓർ ഹെർ ജോബ്. പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർ ഒരു ഫീമെയിൽ ആവാം ഓർ മെയിൽ ആയിരിക്കാം അല്ലെ? ആരാണെങ്കിലും ശരി, എന്താണ് നമ്മുടെ ആ ഒരു കമ്പനിയുടെ സൽപ്പേരിന് ചിലപ്പോൾ നാണക്കേട് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുന്നതുമായിട്ടുള്ള വാർത്തകളിൽ എപ്പോഴും മികച്ച പ്രതികരണം എന്താണ് കൊടുക്കുന്ന ഒരാളായിരിക്കണം പബ്ലിക് റിലേഷൻ ഓഫീസർ. മനസ്സിലായോ? എന്നിട്ട് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് എന്തെങ്കിലും റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന എന്തെങ്കിലും അപകീർത്തികരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാം, നാണക്കേട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ അവിടെയൊക്കെ ഏറ്റവും നല്ല പ്രതിച്ഛായ കമ്പനിയുടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ഒരു വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ. അതിനൊക്കെ കൃത്യമായിട്ട് മികച്ച പ്രതികരണം ആര് നടത്തിയിരിക്കണം? PRO നടത്തിയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ഓഫൺ ഷീ വിൽ ബി കോൾഡ് അപ്പോൺ ടു പോളിഷ് കോമൺ ഇൻഫർമേഷൻ ഇൻ ടു പ്ലാറ്റിനം ഡാറ്റ that gives the company more credit than would normally be due for the routine accomplishment. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പലപ്പോഴും എന്താണ് നമ്മൾ കോമൺ ഇൻഫർമേഷൻ, സാധാരണയായിട്ട് ലഭിക്കുന്ന ഇൻഫർമേഷൻ, അതായത് പബ്ലിക്കിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസിനെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പോളിഷ് ചെയ്തൊരു പ്ലാറ്റിനം ഡാറ്റയിലേക്ക് നമുക്ക് കൺവെർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് കോമൺ ഇൻഫർമേഷനെ നമുക്കൊന്ന് പോളിഷ് ചെയ്തിട്ട് പ്ലാറ്റിനം ഡാറ്റയിലേക്ക് കൺവെർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ ഒരു പ്രതീകാത്മകമായിട്ട് പറയുന്നതാണ് കേട്ടോ. അവിടെ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഈ പബ്ലിക്കിൽ നിന്നും പല പ്രശ്നങ്ങളൊക്കെ വന്നുകൂടാന്നില്ല. ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ആലിഗേഷൻസോ കാര്യങ്ങളോ ഒക്കെ പബ്ലിക്കിൽ നിന്ന് വന്നെന്നിരിക്കട്ടെ. ഒരു കോമൺ ഇൻഫർമേഷൻ, ഒരു വരുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ചെറുതായിരിക്കാം, നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഏത് തരത്തിലുള്ളതാണെങ്കിലും ഒരു നിസ്സാര പ്രശ്നമാണെങ്കിൽ പോലും അതിനെ നിസ്സാരവൽക്കരിക്കാതെ അതിന് ആവശ്യമായിട്ടുള്ള പരിഗണന കൊടുക്കണം. പരിഗണന കൊടുത്തിട്ട് ആ ഒരു കോമൺ ഇൻഫർമേഷൻ, ആ ഒരു റോ ഡാറ്റയെ കളക്ട് ചെയ്തിട്ട് അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിനെ എന്താക്കി മാറ്റണം? പോളിഷ് ചെയ്തൊരു പ്ലാറ്റിനം ഇൻഫർമേഷൻ ഡാറ്റയിലോട്ട് മാറ്റണം. പ്ലാറ്റിനം എന്ന് പറയുന്നത് നമുക്കറിയാം, അത്യാവശ്യം മെറ്റലിന്റെ കാര്യത്തിൽ തന്നെ പ്ലാറ്റിനം ഏറ്റവും വില കൂടിയിട്ടുള്ളൊരു മെറ്റലാണ് അല്ലെ പ്ലാറ്റിനം. അപ്പൊ അതിനെയാണ് പ്ലാറ്റിനം ഡാറ്റയിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷന് എന്താണ് വളരെ അക്യുറേറ്റ് ആയിട്ടും അല്ലെ, അക്യുറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ടും പിന്നെ എന്താണ് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടും പിന്നെ റിലവന്റ് ആയിട്ടും ടൈമിലി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം.
മനസ്സിലായോ? അതായത് കോമൺ പബ്ലിക്കിൽ നിന്ന് വരുന്ന കോമൺ ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രശ്നങ്ങളാണെന്ന് ഇരിക്കട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂ വന്നു വിചാരിക്കുക. ആ ഒരു ഇഷ്യൂ വളരെ നിസ്സാരമാണ്. അപ്പൊ നിസ്സാരമാണല്ലോ, അതിന് അത്ര പ്രാധാന്യം കൊടുക്കണ്ട, അങ്ങനെ ചിന്തിക്കരുത്. നിസ്സാരമാണെങ്കിൽ പോലും ആ റോ ഡാറ്റയെ നമ്മൾ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിനെ പോളിഷ് ചെയ്ത് ഏത് ഫോമിലോട്ട് മാറ്റണം? പ്ലാറ്റിനം ഡാറ്റയിലോട്ട് മാറ്റണം. പ്ലാറ്റിനം ഡാറ്റയിലേക്ക് ഒരു ഇൻഫർമേഷൻ മാറ്റുന്ന എന്താണ് പ്രത്യേകത? പ്ലാറ്റിനം ഡാറ്റ എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വളരെ അക്യുറേറ്റ് ആയിരിക്കും. ആ ഒരു പ്രശ്നത്തിന് കിട്ടുന്ന പരിഹാരം എന്ന് പറഞ്ഞാൽ വളരെ അക്യുറേറ്റ് ആയിരിക്കും, അതുപോലെ അപ് ടു ഡേറ്റ് ആയിരിക്കും, റിലവന്റ് ആയിരിക്കും, കോംപ്രിഹെൻസീവ് ആയിരിക്കും, പിന്നെന്താണ്, ടൈമിലി നമുക്കൊരു സൊല്യൂഷൻ ലഭിക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ അത്തരത്തിൽ പോളിഷ് ചെയ്ത് ഒരു പ്ലാറ്റിനം ഡാറ്റയിലോട്ട് അതിനെ മാറ്റുകയും, അങ്ങനെ മാറ്റുമ്പോൾ എന്താണ്, അത് കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് കൂടുതൽ ക്രെഡിറ്റ് നൽകുന്നതാണ് പറയുന്നത്. സാധാരണ ആ കമ്പനിക്ക് ഉണ്ടാകുന്ന നേട്ടത്തിനെ അപേക്ഷിച്ച് കൂടുതൽ ക്രെഡിറ്റ് കമ്പനിക്ക് ലഭിക്കും. നമ്മളൊരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അതിനെ നിസ്സാരവൽക്കരിക്കാതെ അതിന് ആവശ്യത്തിനുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ അനലൈസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുമ്പോൾ അത് ആ ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷൻ എങ്ങനെയായിരിക്കും? കൂടുതൽ ക്രെഡിറ്റ് കിട്ടും അല്ലെ? ചെറിയ കാര്യമാണെങ്കിൽ കൂടി അവരെ വേണ്ട പരിഗണന കൊടുത്ത് നല്ല രീതിയിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. അപ്പൊ സാധാരണ ആ ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന നേട്ടത്തിനേക്കാളും കൂടുതൽ ക്രെഡിറ്റ് ആണ് അത്തരം സന്ദർഭങ്ങളിൽ കമ്പനിക്ക് ലഭിക്കുന്നത്. മനസ്സിലായോ? കോമൺ ഇൻഫർമേഷനെ പോളിഷ് ചെയ്ത് പ്ലാറ്റിനം ഡാറ്റയിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ലഭിക്കുന്ന റോ ഇൻഫർമേഷനെ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള, അതായത് പോളിഷ് ചെയ്ത് പ്ലാറ്റിനം ഡാറ്റയിലോട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടും വളരെ കൃത്യമായിട്ടും കോംപ്രിഹെൻസീവ് ആയിട്ടും അതുപോലെ തന്നെ എന്താണ്, റിലവന്റ് ആയിട്ടും കൃത്യസമയത്തും നമുക്ക് അതിന് എന്ത് കിട്ടാണ്? ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുകയാണ്. ശരിക്കും പ്ലാറ്റിനം ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നോളജിക്കൽ സൊല്യൂഷൻ ഫോർ ദ കംപ്ലൈൻസ് ആണ്. വരുന്ന കംപ്ലൈൻസിന് നമ്മൾ ടെക്നോളജിക്കൽ ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്താണ്. അതായത് ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് കംപ്ലൈൻസ് രജിസ്റ്റർ ചെയ്യാം, കൃത്യമായിട്ട് ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാം, ടൈമിലി തന്നെ നമുക്ക് അതിനൊരു റെമഡിയൽ മെഷർ കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രശ്നം എന്നാൽ തോന്നിയ സമയത്ത് അതിനൊരു സൊല്യൂഷൻ കൊടുത്തിട്ട് കാര്യമില്ല അല്ലെ? കൃത്യമായിട്ടുള്ള സമയത്ത് വേണം നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ. often she will be called upon to polish the common information. അതായത് റോ ഇൻഫർമേഷൻ, വരുന്ന ഇൻഫർമേഷനെ പോളിഷ് ചെയ്തിട്ട് പ്ലാറ്റിനം ഡാറ്റയിലോട്ട് മാറ്റണം. അതായത് വരുന്ന പ്രശ്നങ്ങൾ അത് നിസ്സാരമാണെങ്കിലും അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പ്ലാറ്റിനം ഡാറ്റയിലോട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് അവിടെ ലഭിക്കുകയാണ്. അങ്ങനെ ലഭിക്കുമ്പോൾ ഇറ്റ് ഗീവ്സ് ദ കമ്പനി മോർ ക്രെഡിറ്റ് ദാൻ വുഡ് നോർമലി ബി ഡ്യൂ ഫോർ ദ റൂട്ടീൻ ഇൻഫർമേഷൻ. ആ ഒരു കമ്പനിക്ക് സാധാരണ ലഭിക്കുന്ന നേട്ടത്തിനേക്കാളും കൂടുതൽ ക്രെഡിറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ അത്രയ്ക്കൊന്നും ചിന്തിക്കേണ്ട. ഇദ്ദേഹം എന്തായിരിക്കണം? ഒരു നല്ല പ്രോബ്ലം സോൾവർ ആയിരിക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ പ്രോബ്ലം സോൾവർ ആയിരിക്കാം. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഒപ്പീനിയൻ മാൽസ്ട്രോ. ഒപ്പീനിയൻ മാൽസ്ട്രോ. മാൽസ്ട്രോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മാസ്റ്റർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നിപുണനായിട്ടുള്ള, വിദഗ്ധനായിട്ടുള്ള വ്യക്തി എന്നുള്ള ഉദ്ദേശമാണ്. ഒപ്പീനിയൻ മാൽസ്ട്രോ ആണ് എന്ന് വെച്ചാൽ വളരെ അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ വളരെ നല്ല അഭിപ്രായത്തിന് എടുക്കുന്ന, അതിൽ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ. അപ്പൊ നമുക്ക് ജസ്റ്റ് വായിക്കാം. ദ പബ്ലിക് റിലേഷൻ മാനേജർ controls all outreach efforts. Public relation manager controls all outreach efforts. Outreach എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്പ്രെഡ് ആണ് കേട്ടോ, വ്യാപനമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള നല്ല എഫർട്ടുകൾ വ്യാപിപ്പിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്. എഫർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല എഫർട്ടുകളാണ് കേട്ടോ. ഈ ഒരു കമ്പനിയുടെ ആ ഒരു റെപ്യൂട്ടേഷൻ പബ്ലിക്കിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം എഫർട്ടുകൾ അവർ ചെയ്യുന്നുണ്ടോ ആ എഫർട്ടുകളെ എല്ലാം നല്ല രീതിയിൽ ഔട്ട്റീച്ച് ചെയ്യിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന, നല്ല രീതിയിൽ പബ്ലിക്കിലേക്ക് വ്യാപിപ്പിക്കണം അല്ലെ, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നോക്കൂ, he is accountable for media placements and arranging organizational functions and the efforts of the executives. എന്ന് പറഞ്ഞാല് അദ്ദേഹം ഈ പറയുന്ന മീഡിയ പ്ലേസ്മെന്റ്സുകൾ, കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട മീഡിയ പ്ലേസ്മെന്റുകള്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് അല്ലെ, മറ്റു പല സംഘാടന പ്രവർത്തനങ്ങള് ക്രമീകരിക്കും. ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാല് വ്യാപനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാല് വ്യാപനം. അതായത് കമ്പനിയുടെ ആ ഒരു സൽപ്പേര് എന്താ പറയാ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന കുറെ എഫർട്സുകൾ ഉണ്ടാവുമല്ലോ, പ്രയത്നങ്ങൾ ഉണ്ടാവുമല്ലോ, അത് പബ്ലിക്കിലേക്ക്
വ്യാപിപ്പിക്കുന്നതിനെ നല്ല രീതിയിൽ വ്യാപിപ്പിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ. ഇതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇദ്ദേഹം എന്താണ് ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട മീഡിയ പ്ലേസ്മെന്റുകള്, അതുപോലെ തന്നെ കമ്പനിയുടെ ഒരുപാട് എന്താ പറയുക സംഘാടന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനും, പിന്നെ എക്സിക്യൂട്ടീവുകളുടെ എഫർട്ടുകൾ അല്ലെ, ഒരുപാട് എക്സിക്യൂട്ടീവ്സുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ എക്സിക്യൂട്ടീവുകളുടെ പ്രയത്നത്തിനൊക്കെ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ. അതായത് മീഡിയ പ്ലേസ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് പഠിച്ചതാണ് അല്ലെ. ഈ കമ്പനിയുമായിട്ട് ഈ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പബ്ലിക്കിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് മാസ് മീഡിയ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഈ പറയുന്ന ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, അങ്ങനെ ഒത്തിരി മാസ് മീഡിയാസ് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള മീഡിയ പ്ലേസ്മെന്റ് വർക്കുകള്, അതുപോലെ കമ്പനിയുടെ നല്ല നല്ല കാര്യങ്ങള് എന്താ പറയുക പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘാടന പ്രവർത്തനങ്ങളൊക്കെ ക്രമീകരിക്കുക, ക്യാമ്പയിനുകളൊക്കെ നടത്താനോ അത്തരത്തിലുള്ള സംഘാടന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിലും, പിന്നെ ഹോസ്പിറ്റലിലെ മറ്റ് എക്സിക്യൂട്ടീവുകളുടെ പ്രയത്നത്തിനൊക്കെ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ട് അതിനോടൊക്കെ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ പല എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഇപ്പൊ സിഇഒ ഉണ്ട് അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് റാങ്കിങ് എക്സിക്യൂട്ടീവ് ആണ്, ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ്ങിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് പ്രൊഫഷണൽ ആണ് സിഇഒ എന്ന് പറയുന്നത്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ എക്സിക്യൂട്ടീവ് എന്താ ചെയ്യുന്നത്? സിഇഒ അദ്ദേഹം ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫംഗ്ഷൻസിന് മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്, സിഇഒ എന്ന് പറയുന്നത്. അതുപോലെ CMO ഉണ്ട്, ചീഫ് മെഡിക്കൽ ഓഫീസർ ഉണ്ട്. അദ്ദേഹം എന്താ, അതും ഒരു എക്സിക്യൂട്ടീവ് പൊസിഷൻ ആണ് കേട്ടോ, CMO എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ, അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക മെഡിക്കൽ ഓപ്പറേഷൻസും മറ്റും, ഓപ്പറേഷൻ എന്ന് വെച്ചാൽ സർജിക്കൽ ഓപ്പറേഷൻ അല്ലാട്ടോ, ക്ലിനിക്കൽ ആൻഡ് മെഡിക്കൽ ഓപ്പറേഷൻസ്, അതായത് ഫംഗ്ഷൻസുകളെയൊക്കെ മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ് CMO എന്ന് പറയുന്നത്. അതുപോലെ തന്നെ COO ഉണ്ട്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. അതും ഒരു എക്സിക്യൂട്ടീവ് ഒരു പ്രൊഫഷൻ ആണ്. കാര്യം അവരെന്താ ചെയ്യുന്നത്? അവര് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആണ്, അതായത് ഹോസ്പിറ്റലിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ് COO എന്ന് പറയുന്നത്, അതായത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. ഇവരൊക്കെ എക്സിക്യൂട്ടീവ് പൊസിഷൻസിൽ ഇരിക്കുന്ന പ്രൊഫഷണലുകളാണ്, CEO, CMO, COO. അപ്പൊ അങ്ങനെയുള്ള എക്സിക്യൂട്ടീവുകളുടെ ഒക്കെ പ്രയത്നത്തിൽ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഓരോ എക്സിക്യൂട്ടീവുകളുടെയും പ്രയത്നത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, ദെൻ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി to decide the executive appropriate for the each situation and make sure that the person has approved information and statements in hand. അപ്പോ ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി. ആരുടെ ഡ്യൂട്ടിയാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ് ഓരോ സിറ്റുവേഷനിലും അനുസൃതമായിട്ട്, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവിനെ തീരുമാനിക്കുന്നതും ആ ഒരു എക്സിക്യൂട്ടീവ്, അതായത് ആ ഒരു വ്യക്തിയുടെ എന്താ പറയാ വിവരങ്ങളും അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസും മറ്റും അംഗീകൃതമാണെന്ന് ഉറപ്പാക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓരോ സാഹചര്യങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ള എക്സിക്യൂട്ടീവിനെയാണ് അവര് തെരഞ്ഞെടുക്കേണ്ടത്. ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഡേ ടു ഡേ ഓപ്പറേഷൻ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാണ് വരുന്നതെങ്കിൽ അതൊരു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ കീഴിൽ വരുന്ന കാര്യമാണ്. ഇനി ഒരു മെഡിക്കൽ ക്ലിനിക്കൽ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഇഷ്യൂസ് ആണ് വരുന്നതെങ്കിൽ അത് ഏത് എക്സിക്യൂട്ടീവാണ് മാനേജ് ചെയ്യേണ്ടത്? ചീഫ് മെഡിക്കൽ ഓഫീസർ വേണം തീരുമാനിക്കാനായിട്ട്. അത്തരത്തിൽ ഓരോ സിറ്റുവേഷനും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവിനെ തീരുമാനിക്കുന്നതും ആ ഒരു എക്സിക്യൂട്ടീവിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അംഗീകൃതമാണെന്ന് ഉറപ്പാക്കേണ്ടതും പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. അതായത് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷന് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതായത് ഇപ്പൊ ഒരു എക്സിക്യൂട്ടീവിനെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് ഉറപ്പാക്കണം. അതാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അംഗീകൃതമായിരിക്കണം. തോന്നിയ ആൾക്കാരോ അല്ലെങ്കിൽ അവർക്ക് ആ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം, സ്കിൽ ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആളുകളെയാണ് ഓരോ സിറ്റുവേഷനിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത്. അവരുടെ വിവരങ്ങളെല്ലാം തന്നെ അംഗീകൃതമായിരിക്കണം അല്ലെ. അംഗീകൃതമല്ലാത്ത ഒരാളെ അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതെല്ലാം ഉറപ്പാക്കേണ്ടത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇത്രയും ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ റോളുകളാണ് ഒരു PR ഓഫീസർ ചെയ്യുന്നത്. ഒരു അഡ്വക്കേറ്റിന്റെ റോൾ ഉണ്ട്, അദ്ദേഹത്തിന് പ്രോബ്ലം സോൾവർ റോൾ ഉണ്ട്, പിന്നെ എന്താ നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേറ്ററിന്റെ റോളുണ്ട്, പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞ ഒപ്പീനിയൻ മാസ്റ്റർ എന്നുള്ള രീതിയിൽ ഒരു റോള് അദ്ദേഹം ചെയ്യുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ നിങ്ങൾക്ക്?
ബോറടിച്ചു വന്നു, എല്ലാരും പോയി തോന്നണു. ശരി, അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. അപ്പൊ അതും കഴിഞ്ഞു കേട്ടോ, നമ്മൾ റോളും പഠിച്ചു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ദ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫങ്ഷൻസുകൾ എന്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ സംഭവം. ഇതിന്റെ നെയിം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. നമ്മളോട് ചോദിക്കാം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോളില് ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ പേരുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എക്സ്പ്ലനേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് ദ പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ തന്നെ ചോദിക്കാം കേട്ടോ. താഴെ പറയുന്നതില് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇത് ആരുടെ ഉത്തരവാദിത്വം, ആരുടെ ഫംഗ്ഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താ പറയുന്നത്? പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. ഇതിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്, അതായത് പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളും എല്ലാം തന്നെ ആസൂത്രണം ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടുള്ള പരസ്യതന്ത്രങ്ങളാണ്? ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പരസ്യതന്ത്രങ്ങളും മറ്റു പ്രചരണങ്ങളും എല്ലാം തന്നെ ആസൂത്രണം ചെയ്യണം. പബ്ലിക്കിലേക്ക് ഇത് വിട്ടുകൊടുക്കണം, അല്ലെ. അപ്പൊ നല്ല രീതിയിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളും എല്ലാം തന്നെ ആസൂത്രണം ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്, അതായത് ഈ പറയുന്ന പത്രക്കുറിപ്പുകളും മറ്റ് എന്താ പറയാ അവതരണങ്ങളും എല്ലാം എഴുതുകയും നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുക. കാര്യം എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനും അവരുടെ സർവീസസും മറ്റ് അച്ചീവ്മെന്റ്സുകളും ഒക്കെ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, കൃത്യമായിട്ടുള്ള പത്രക്കുറിപ്പുകളും മറ്റ് അവതരണങ്ങളും ഒക്കെ എഴുതുകയും നിർമ്മിക്കുകയും ചെയ്യുക. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ, ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഒരു നല്ല റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം, അല്ലെ. അദ്ദേഹം ഒരു എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം, അതുപോലെ തന്നെ അതൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ഈ പറയുന്ന കഴിവുകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം, അല്ലെ. റൈറ്റിംഗ് സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് മൂന്നാമത്തെ ഫംഗ്ഷൻ? എന്താണ്? ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, ദ പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ. അതായത് പൊതുജനങ്ങള്, മറ്റ് മാധ്യമങ്ങള്, മറ്റ് ഓർഗനൈസേഷൻസുകൾ, അല്ലെ, ഹെൽത്ത് കെയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ഓർഗനൈസേഷൻ സംഘടനകളിൽ നിന്നുള്ള അന്വേഷണങ്ങളെയൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, അല്ലെ. കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. പൊതുജനങ്ങളിൽ നിന്നും മറ്റ് മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ മറ്റ് ഓർഗനൈസേഷനിൽ നിന്നും വരുന്ന അന്വേഷണങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ ആണ്? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, to organize and attend promotional events such as press conferences, open days, exhibitions, tours and visits. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രസ് കോൺഫറൻസ്, അല്ലെ, പത്രസമ്മേളനങ്ങള്, അതുപോലെ തന്നെ ഓപ്പൺ ഡേ ഹൗസ് മുന്നേ പറഞ്ഞു, അല്ലെ, കമ്മ്യൂണിക്കേഷൻ മെത്തേഡിനകത്ത് പറഞ്ഞിരുന്നു. ഓപ്പൺ ഡേ ഹൗസ്, അതുപോലെ തന്നെ എക്സിബിഷൻസ്, അല്ലെ, പ്രദർശനങ്ങള്, ടൂർ ആൻഡ് വിസിറ്റുകള്, ഇങ്ങനെയുള്ള എന്താണ് പ്രൊമോഷണൽ ഇവന്റ്സുകൾ, അല്ലെ. പ്രൊമോഷണൽ ഇവന്റ്സുകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുകയും സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക. സംഘടിപ്പിച്ചാൽ മാത്രം പോരാ, അതിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം. അതുപോലെ മറ്റ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതുപോലെ ചെയ്യുന്ന പ്രൊമോഷണൽ ഇവന്റ്സിലും ഇതിൽ എന്ത് ചെയ്യണം? പങ്കെടുക്കണം. ഓക്കെ, അതൊക്കെ ആരുടെ റോളാണ്? ആരുടെ ഫംഗ്ഷൻ ആണ്? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ടു ഓർഗനൈസ് ആൻഡ് അറ്റൻഡ് പ്രൊമോഷണൽ ഇവന്റ്സ് ലൈക്ക് പ്രസ് കോൺഫറൻസ്, ഓപ്പൺ ഡേ ഹൗസ്, എക്സിബിഷൻസ്, ടൂർസ് ആൻഡ് വിസിറ്റ്സ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ടു സ്പീക്ക് പബ്ലിക്കലി അറ്റ് ഇന്റർവ്യൂസ്, പ്രസ് കോൺഫറൻസസ് ആൻഡ് പ്രസന്റേഷൻസ്. അതായത് അഭിമുഖങ്ങളിലും അതുപോലെ തന്നെ പ്രസ് കോൺഫറൻസ്, അല്ലെ, പത്രസമ്മേളനങ്ങളിലും മറ്റു അവതരണങ്ങളിലെല്ലാം പബ്ലിക്കായിട്ട് തന്നെ സംസാരിക്കുക. ഓക്കെ, പബ്ലിക്കായിട്ട് തന്നെ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുക. അത് PR-ന്റെ ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. പിന്നെന്താണ്? ടു പ്രൊവൈഡ് clients with information about new promotional opportunities and current pre-campaigns progress.
അതായത് പുതിയ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റി. ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ, അവിടെ ഒരുപാട് എന്തുണ്ടായിരിക്കും, പല പുതിയ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത്തരത്തില് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസിനെ സംബന്ധിച്ചും അതുപോലെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ക്യാമ്പയിനുകളുടെ പുരോഗതിയെ കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ ക്ലയൻസ് ആയിട്ട് ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഈ ഹോസ്പിറ്റലായിട്ട് ഇടപെടുന്ന പേഷ്യൻസ് മറ്റ് പബ്ലിക്കിനൊക്കെ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഹോസ്പിറ്റലിന്റെ പുതിയ പുതിയ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റികളെ സംബന്ധിച്ചും അവിടെ നടന്നിട്ടുള്ള ക്യാമ്പയിനുകളുടെ പുരോഗതിയെ കുറിച്ചുമൊക്കെ ക്ലയന്റുകളുമായിട്ട് അതിന്റെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതൊരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, പിന്നെ എന്താണ്, ടു അനലൈസ് ദ മീഡിയ കവറേജ് അല്ലെ. മീഡിയ കവറേജ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. കാര്യം നമുക്കറിയാം, ഒരു മാസ് മീഡിയ എന്ന് പറയുന്നത് ഒരു ലാർജ് റേഞ്ച് ഓഫ് പീപ്പിൾ അല്ലെ, ലാർജ് റേഞ്ച് ഓഫ് പബ്ലിക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് മാസ് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മീഡിയ കവറേജ് എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. പിന്നെന്താണ്, ടു ലിയേസ് വിത്ത് ക്ലയൻസ്, മാനേജറിയൽ ആൻഡ് ജേർണലിസ്റ്റിക് സ്റ്റാഫ് about the budgets, time scales and objectives. അതായത് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റുകള്, ടൈം സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ഇവന്റ്സ് ആണ് കേട്ടോ. ആ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഇവന്റ്സുകൾ അവര് കണ്ടക്ട് ചെയ്യാനായിട്ട്, അതായത് എന്തൊക്കെ പരിപാടികൾ അവര് ആസൂത്രണം ചെയ്യുന്നുണ്ട്, അതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അതൊക്കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നതാണ് അല്ലെ. അത്തരത്തിലുള്ള ടൈം സ്കെയിൽസ്, മറ്റ് ഒബ്ജക്റ്റീവ്സ്, അവരുടെ ലക്ഷ്യങ്ങള്, ഇവയെല്ലാം സംബന്ധിച്ച് ക്ലയന്റുകളുമായിട്ടും മറ്റു മാനേജർ അതുപോലെ തന്നെ പത്രപ്രവർത്തകരുമായിട്ടൊക്കെ ബന്ധപ്പെടുക. ഓക്കെ, ലിയേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിയേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാന്നുള്ള അർത്ഥമാണ് കേട്ടോ. സമ്പർക്കം പുലർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ടു ലിയേസ് വിത്ത് ക്ലയൻസ്, മാനേജറിയൽ ആൻഡ് ജേർണലിസ്റ്റിക് സ്റ്റാഫ്. അതായത് ഹോസ്പിറ്റലിൽ ഇടപെടുന്ന മറ്റുള്ള ക്ലയന്റുകള്, അവിടുത്തെ മാനേജർ, മറ്റ് ജേർണലിസ്റ്റിക് ഹോസ്പിറ്റലിന്റെ അല്ലാട്ടോ ഹോസ്പിറ്റലിന്റെ ക്ലയൻസും അതുപോലെ മാനേജർ ആൻഡ് ജേർണലിസ്റ്റിക് സ്റ്റാഫുകൾ, പത്രപ്രവർത്തകർ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റുകള്, മറ്റ് ടൈം സ്കെയിൽസ്, അവിടെ നടക്കാൻ പോകുന്ന ഇവന്റ്സുകള്, പിന്നെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, അവരായിട്ട് ഇടപെടണം. ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യണം. അതായത് അവർക്ക് അതിനുള്ള വിവരങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇത്രയാണ് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷൻസ്. ഒന്നെന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുക, അതുപോലെ തന്നെ ഈ പറയുന്ന പത്രക്കുറിപ്പുകളും അവതരണങ്ങളും എഴുതുകയും നിർമ്മിക്കുകയും ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്നും മറ്റു മാധ്യമങ്ങള്, മറ്റു ഓർഗനൈസേഷനിൽ നിന്നും വരുന്ന അന്വേഷണങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. പിന്നെ നമ്മൾ ഈ പറയുന്ന പത്രസമ്മേളനങ്ങൾ, ഓപ്പൺ ടേക്ക് ഹൗസ്, എക്സിബിഷൻസ്, ടൂർ, വിസിറ്റ്, അങ്ങനെയുള്ള എന്താ പറയാ പ്രൊമോഷണൽ ഇവന്റ്സുകളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യുകയും അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക. ഇന്റർവ്യൂ സമയത്ത്, അഭിമുഖങ്ങളിലും പത്രസമ്മേളനങ്ങളിലും ഒക്കെ പബ്ലിക്കായിട്ട് സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. പുതിയ എന്താ പറയുക പ്രൊമോഷണൽ അവസരങ്ങളെ കുറിച്ചും ക്യാമ്പയിനിങ് പ്രോഗ്രസിനെ കുറിച്ചും ഒക്കെ ക്ലയന്റുകളുമായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുക. മീഡിയ കവറേജ് ഒക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. പിന്നെ ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ്, ടൈം സ്കെയിൽ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ അവിടുത്തെ മാനേജർ, മറ്റ് പത്രമാധ്യമ പ്രവർത്തകര്, മറ്റ് ക്ലയൻസുമായിട്ടൊക്കെ ബന്ധപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ബന്ധപ്പെടുക. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ അല്ലേ? പിന്നീട് വായിക്കുമ്പോൾ സംശയം തോന്നരുത്. അതുകൊണ്ടാണ് ഇത്രയും നേരം നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് മനസ്സിലാക്കുക, ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമുക്കൊന്ന് വായിക്കാം. അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇനി പരിഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത്രയും നേരം, ഇത്രയും ചാപ്റ്ററിനകത്ത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിച്ചത് അല്ലെ. പബ്ലിക് റിലേഷൻ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യും, എന്തൊക്കെ സൂചനകൾ ഉപയോഗിച്ച് വിലയിരുത്താൻ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അഡീഷണൽ ആയിട്ട് ചില പരിഗണന കൊടുക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. ഒന്നാമത്തതാണ് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്. ഈ പത്രങ്ങളുമായിട്ടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, അതായത് കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നാണ് അവര് പറയുന്നത് കേട്ടോ. ഒന്നാമത്തത് PR മസ്റ്റ് ബി. PR എന്ന് വെച്ചാൽ പബ്ലിക് റിലേഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പബ്ലിക് റിലേഷൻ മസ്റ്റ് ഗെറ്റ് ടു നോ ദ ലോക്കൽ പ്രസ് വെൽ.
അതായത് ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസറെ സംബന്ധിച്ച്, ഓഫീസർ അല്ല, ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, പ്രാദേശിക മാധ്യമങ്ങളെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. പ്രാദേശിക മാധ്യമങ്ങൾ, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രദേശത്തെ മാധ്യമങ്ങളുമായിട്ട് എന്താണ് നല്ലൊരു ഇതുണ്ടായിരിക്കണം, ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രാദേശിക മാധ്യമങ്ങളെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. കാര്യം എന്താണ്, ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽസ് പ്രിൻസിപ്പൽ ഹെൽപ്പർ ഇൻ ദിസ് റിഗാർഡ്. അതായത് സാധാരണ ഈ പ്രാദേശിക മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പ്രാദേശിക മാധ്യമങ്ങൾക്ക് കൂടുതൽ സഹായിക്കാനായിട്ട് സാധിക്കും. കാര്യം എന്താണ്, ആ പ്രദേശത്തുള്ള പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുക എവിടെയുള്ള മാധ്യമങ്ങൾക്കാണ്, അവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾക്കാണ് കൂടുതൽ അറിയാൻ പറ്റുക, അല്ലെ? അവർക്ക് അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം എ ഹോസ്റ്റൈൽ പ്രസ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഹാം. അതേസമയം ഒരു എന്താ പറയുക, ഹോസ്റ്റൈൽ പ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമുക്ക് ശത്രുതാപരമായിട്ടുള്ള മനോഭാവമുള്ള മാധ്യമങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? അവരെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതല്ല, ഔട്ട്കം അല്ല അവർ തരാം. അവർ വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കാം ഒരുപക്ഷെ കൊടുക്കുക. അതുപോലെ തന്നെ ഇഫ് എൻ എഡിറ്റർ അണ്ടർസ്റ്റാൻഡ്സ് ദ ഹോസ്പിറ്റൽ പ്രോബ്ലംസ് ഹി ക്യാൻ ഹെൽപ്പ് എനോർമസ്ലി. അതുപോലെ തന്നെ എഡിറ്റർക്ക് ആ ഹോസ്പിറ്റലിന്റെ പ്രശ്നങ്ങളൊക്കെ അറിയാമുണ്ടെങ്കിൽ അദ്ദേഹത്തിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഒരു എഡിറ്റർ ആണ്, അല്ലെ? ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യുന്നത് ഒരു എഡിറ്റർ ആണ്. എഡിറ്റർക്ക് ഈ ഹോസ്പിറ്റലിന്റെ പ്രശ്നങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഇക്കാര്യത്തിൽ നല്ല രീതിയിൽ സഹായിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇത് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഒരു പബ്ലിക് റിലേഷൻ, പ്രത്യേകിച്ച് ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഭാഗത്തെ പ്രാദേശിക മാധ്യമങ്ങളെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. കാര്യം പ്രാദേശിക മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും. അതേസമയം ഒരു ശത്രുതാപരമായിട്ട് മനോഭാവമുള്ള ഒരു മാധ്യമങ്ങളാണെങ്കിൽ ഇതിന് സഹായിക്കും, ഒരു തരത്തിൽ അവർ സഹായിക്കില്ല. അതുപോലെ ഒരു എഡിറ്റർക്ക് ഒരു എഡിറ്റർക്ക് ഈ ഹോസ്പിറ്റലിന്റെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്കും ആ വ്യക്തിക്കും നല്ല രീതിയിൽ ഇവരെന്ത് ചെയ്യാൻ പറ്റും, സഹായിക്കാനായിട്ട് സാധിക്കും. കാര്യം ഇതെല്ലാം തന്നെ പബ്ലിക്കിലേക്ക് എത്തിക്കണം, അല്ലെ? നല്ല രീതിയിൽ ഈ ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായക്ക് ഒരു കോട്ടം വരാത്ത രീതിയിൽ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിൽ മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, when something has gone seriously wrong and the consequences may be of public concern, അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ വരികയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ പബ്ലിക്കിനെ സംബന്ധിച്ച് പബ്ലിക്കിന്റെ ഇടയിൽ ഭയങ്കര ആശങ്ക ഉണർത്തുന്ന കാര്യങ്ങളാണ്, അല്ലെ? ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഗുരുതര പ്രശ്നങ്ങളോ വീഴ്ചയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് പബ്ലിക്കിന് ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കും. സോ ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി വോളണ്ടിയർഡ് ആസ് ഏർലി ആസ് പോസിബിൾ. അതുകൊണ്ട് തന്നെ എന്താണ്, നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്തിരിക്കും. അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, നിയമാനുസൃതമായിട്ടുള്ള വിവരങ്ങൾ എത്രയും വേഗം ഹോസ്പിറ്റലുകാർ ചെയ്തിരിക്കണം. അപ്പൊ എന്തെങ്കിലും ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറച്ചു വെക്കാതെ നിയമാനുസൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് സ്വമേധയാ എന്ത് ചെയ്തിരിക്കണം, ഇൻഫോം ചെയ്തിരിക്കണം, പബ്ലിക്കിനകത്തേക്ക് ഇൻഫോം ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയുള്ള ട്രസ്റ്റ്, ആ ഒരു വിശ്വാസം പബ്ലിക്കിന് നഷ്ടപ്പെടും. കാര്യം എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അത് നിയമാനുസൃതമായിട്ടുള്ള എല്ലാ വശങ്ങളും എത്രയും വേഗം സ്വമേധയാ ആ ഹോസ്പിറ്റൽ പബ്ലിക്കിനെ അറിയിച്ചിരിക്കണം. അത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെന്താണ്, ക്ലിയറൻസ് ഓഫ് ഓൾ മെറ്റീരിയൽ ഇന്റൻഡഡ് ഫോർ ദ റിലീസ് മസ്റ്റ് ബി കൺട്രോൾഡ് ബൈ ദ ചീഫ് ഓഫ് PR. അതായത് റിലീസിന് വേണ്ടിയിട്ട്, അതായത് പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച എല്ലാ മെറ്റീരിയലുകളുടെയും ക്ലിയറൻസ് ആരാണ് ചെയ്യുന്നത്, പബ്ലിക് റിലേഷൻ ഓഫീസറാണ് ക്ലിയറൻസ് ചെയ്യേണ്ടത്. മനസ്സിലായി? എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ചൊരു കാര്യം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്ലിയറൻസും ആര് ചെയ്തിരിക്കണം, പബ്ലിക് റിലേഷൻ ഓഫീസർ ചെയ്തിരിക്കണം. The material should be put on a format and be released in a manner calculated to benefit the hospital. എന്ത് മെറ്റീരിയൽ ആണെങ്കിലും, റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ത് മെറ്റീരിയൽ ആണെങ്കിലും ആ മെറ്റീരിയൽ കൃത്യമായിട്ടുള്ള ഫോർമാറ്റിലാക്കിയിട്ട് എപ്പോഴും ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ വേണം പബ്ലിഷ് ചെയ്യാനായിട്ട്, റിലീസ് ചെയ്യാനായിട്ട്. ഒരു കാര്യം ഒരു പത്രത്തിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ എന്ത് മെറ്റീരിയൽ ആണോ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അത് എപ്പോഴും ഒരു കൃത്യമായ ഫോർമാറ്റിലാക്കിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ വേണം റിലീസ് ചെയ്യാനായിട്ട്. ഒരിക്കലും മോശം ഒരു ഇമേജ് ഉണ്ടാകുന്ന രീതിയിൽ റിലീസ് ചെയ്യരുത്. അങ്ങനെ ആരും റിലീസ് ചെയ്യാറില്ല. എപ്പോഴും നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ വേണം എപ്പോഴും അതിനെ പോളിഷ് ചെയ്തിട്ട് വേണം റിലീസ് ചെയ്യാനായിട്ട്.
മനസ്സിലായി? അതായത് ഒരു പറയുന്ന പത്രമാധ്യമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കണ്ടീഷൻ ഓഫ് ഹോസ്പിറ്റൽ പേഷ്യൻസ്. ഓക്കെ, ഇത് നോക്കാം കേട്ടോ. ഇത് അടുത്ത് നമ്മൾ പറയുന്നത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കണ്ടീഷൻ ഓഫ് ഹോസ്പിറ്റൽസ് പേഷ്യൻസ് എസ്പെഷ്യലി VIPs ആൻഡ് വെരി സീരിയസ് പേഷ്യൻസ് ഷുഡ് ബി ഗാർഡഡ് ആൻഡ് പ്രിഫറബിളി ഗവേൺഡ് ബൈ an അപ്രൂവൽ കോഡ്. അതായത് ഈ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, അത് പ്രത്യേകിച്ച് അവർ പറയുന്നത് VIP ആയിട്ടുള്ള രോഗികൾ ഉണ്ടായിരിക്കും അല്ലെ, VIP രോഗികൾ ഉണ്ടായിരിക്കാം. അതുപോലെ വളരെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താണ് ഒരു അപ്രൂവൽ കോഡ് ഉപയോഗിച്ച് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അതായത് ഓടിപ്പോയി അവരുടെ വിവരങ്ങൾ ഒരു കാരണവശാലും പബ്ലിക്കിലേക്ക് വിടാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് ഒരു പറയുന്നുണ്ട് VIP ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ ചില ഫിലിം സ്റ്റാറുകൾ അല്ലെങ്കിൽ വല്ല മന്ത്രിമാർ അങ്ങനെയുള്ളവരൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരം VIPകളുടെ രോഗവിവരങ്ങള്, മറ്റ് വേറെ ഏതെങ്കിലും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുടെ രോഗവിവരങ്ങള്, അതൊക്കെ കൃത്യമായിട്ടൊരു അപ്രൂവൽ കോഡ് ഉപയോഗിച്ച് എന്ത് ചെയ്തിരിക്കണം, പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. അതായത് അവരുടെ വിവരങ്ങളൊന്നും ഒരു കാരണവശാലും പബ്ലിക്കിലേക്ക് ഓടിപ്പോയിട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലായോ? അതാണ് കേട്ടോ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കണ്ടീഷൻ ഓഫ് ഹോസ്പിറ്റൽ പേഷ്യൻസ് എസ്പെഷ്യലി VIP ആൻഡ് വെരി സീരിയസ് പേഷ്യൻസ് ഷുഡ് ബി ഗാർഡഡ് ആൻഡ് പ്രിഫറബിളി ഗവേൺഡ് ബൈ an അപ്രൂവൽ കോഡ്. ഒരു അപ്രൂവൽ കോഡ് ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. പിന്നെന്താണ് പറയുന്നത്, ഇന്റർവ്യൂസ് ഓഫ് പേഷ്യൻസ് by the press or taking their photographs should only be permitted if the patient or his or her relatives consent and if it is the hospital's interest. അതായത് ഒരു പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ ബന്ധുക്കള് അവരുടെ സമ്മതമില്ലാതെയും ഹോസ്പിറ്റലിന്റെ സമ്മതമില്ലാതെയും ഒരിക്കലും അവരായിട്ടൊരു ഇന്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല. പേഷ്യൻസിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഒരു പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ, പേഷ്യന്റിന്റെ മാത്രമല്ല, ചിലപ്പോൾ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ സമ്മതമില്ലാതെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സമ്മതമില്ലാതെയോ അവരുടെ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അവരായിട്ട് അഭിമുഖം നടത്താനോ അങ്ങനെയൊന്നും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യാം. എപ്പോ ചെയ്യാം? ഇവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പേഷ്യന്റ് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ലയൻസ്, അവരുടെ എന്താ പറയാ റിലേറ്റീവ്സ് ഓക്കെയാണ്, ഹോസ്പിറ്റൽ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഒരു ഫോട്ടോ പോലും എടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ അവരായിട്ടൊരു ഇന്റർവ്യൂ നടത്താനായിട്ട് പാടുള്ളൂ. ഓക്കെ, പിന്നെന്താണ്, ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. മെഡിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പേഷ്യൻസ്, ഇത് തന്നെയാണ് കേട്ടോ പറയുന്നത്. നോക്കൂ, എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ for the public consumption should be cleared by the public relations. അതായത് ഒരു പബ്ലിക്കിന്റെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ ഇൻഫർമേഷൻസ്, പബ്ലിക്കിന് ഉപയോഗപ്പെടുത്താനായിട്ട് ആവശ്യം വരുന്ന ചില മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ, ചിലപ്പോൾ ആംബുലൻസിന്റെ ഇൻഫർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാമല്ലോ. പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്നെങ്കിൽ അവരുടെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും മെഡിക്കൽ സ്റ്റാഫുകളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യേണ്ടതാണ് പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. ഓക്കെ, കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്തത് പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. പിന്നെന്താണ്, നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് ദ സെയിം. നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് അതാണ്. അതായത് ഒരു പേഷ്യന്റിന്റെയും വിവരങ്ങള് അവരുടെ ഒപ്പിട്ട സമ്മതമില്ലാതെ പുറത്തേക്ക് വിടാനായിട്ട് പാടില്ലാണ്. അവരുടെ ഒപ്പിട്ട് സൈൻ ചെയ്ത സമ്മതം, കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിടാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതാണ് നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് ദ സെയിം. അവരുടെ ഒപ്പിട്ട സമ്മതമില്ലാതെ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, അവരുടെ വിവരങ്ങൾ, രോഗിയുടെ വിവരങ്ങൾ പുറത്തു വിടാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാം. ഏതാണ്? ഇതാണോ? എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ ഫോർ ദ പബ്ലിക് കൺസംഷൻ ഷുഡ് ബി ക്ലിയർഡ് ബൈ ദ പബ്ലിക് റിലേഷൻ. അതായത് ഒരു പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള ചില മെഡിക്കൽ സ്റ്റാഫുകളുടെ ഇൻഫർമേഷൻ പബ്ലിക്കിന് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും അല്ലെ. ഒരു ഡോക്ടറുടെ വല്ല വിവരങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് ഒക്കെ ആവാം അല്ലെ. അങ്ങനെയുള്ള സേവനങ്ങൾ, അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഒക്കെ ക്ലിയർ ചെയ്യേണ്ടത് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറാണ് കേട്ടോ. അതിന് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യേണ്ടത് പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിലൂടെ വേണം ഇത്തരം ഇൻഫർമേഷൻ ആരിലേക്ക് എത്താനായിട്ട്? പൊതുജനങ്ങളിലേക്ക് എത്താനായിട്ട്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്, ഓൾ ക്വസ്റ്റ്യൻസ് about the hospital, okay, all questions about the hospital operations and its patients should be cleared by the chief public relations before being published publicly. എന്ന് പറഞ്ഞാലും
നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിന്റെയും മറ്റു പേഷ്യൻസിന്റെയും സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അല്ലെ, അവരെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? പബ്ലിക് റിലേഷൻ ഓഫീസർ ക്ലിയർ ചെയ്തിരിക്കണം. മനസ്സിലായോ? അതായത് ഓടിപ്പോയിട്ട് എന്ത് കാര്യം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആര് ക്ലിയറൻസ് കൊടുത്തിരിക്കണം? പബ്ലിക് റിലേഷൻ ഓഫീസർ ക്ലിയറൻസ് കൊടുത്തിരിക്കണം. ഇപ്പൊ രോഗിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും PROന്റെ ക്ലിയറൻസിന് ശേഷം മാത്രമേ അത് റിലീസ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനായിട്ടൊക്കെ പാടുള്ളൂ. മനസ്സിലായല്ലോ? നമ്മൾ ചില എന്താ പറയാ സൂപ്പർ സ്റ്റാറുകൾ അല്ലെ, അങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ മരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വളരെ ഇതായിട്ടായിരിക്കും പുറത്ത് മാധ്യമങ്ങളിലേക്ക് എത്തുക അല്ലെ. കാരണം മെഡിസിൻ അവരുടെ ഹോസ്പിറ്റലിന്റെ ഒരു സമ്മതമില്ലാതെ പുറത്തേക്ക് എത്തില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റുകൾ ഇത്രയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അതായത് നമ്മൾ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രാദേശിക മാധ്യമങ്ങളെ കുറിച്ച് നല്ല അറിവുള്ള ആളായിരിക്കണം. കാര്യം ഈ ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പബ്ലിക്കിലേക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുക പ്രാദേശികമായിട്ടുള്ള മാധ്യമങ്ങളായിരിക്കും. കാരണം പ്രാദേശിക മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഏറ്റവും കൂടുതൽ അവർക്കാണ് അറിയാൻ പറ്റുക. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക ലോക്കൽ പ്രസ്സിനായിരിക്കും. അതേസമയം നമ്മൾക്കൊരു ശത്രുതാ മനോഭാവമുള്ള മാധ്യമങ്ങളാണെങ്കിൽ അവര് എന്താണ് കൂടുതൽ പ്രതികൂലമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അതുപോലെ തന്നെ ഒരു എഡിറ്റർക്കും സഹായിക്കാൻ പറ്റും. ഒരു എഡിറ്റർക്ക് ഒരു ഹോസ്പിറ്റലിനെ പറയാട്ടോ, എഡിറ്റർക്ക് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അവർക്കും എന്താണ് ഹോസ്പിറ്റലിനെ സഹായിക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതിന് വലിയ ചോദ്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കാം ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിയമാനുസൃതമായിട്ട് തന്നെ എന്താണ് എത്രയും പെട്ടെന്ന് പബ്ലിക്കിലേക്ക് അറിയിക്കണം. അത് ഹോസ്പിറ്റലുകാർ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി അത് ഒളിച്ചു വെക്കുകയല്ല ചെയ്യുന്നത്. നിയമാനുസൃതമായിട്ടുള്ള എല്ലാ വശങ്ങളും കൃത്യമായിട്ട് അവര് പബ്ലിക്കിനെ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന എന്ത് കാര്യങ്ങളും റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ത് ചെയ്തിരിക്കണം? ക്ലിയറൻസ് ചെയ്തിരിക്കണം. പിന്നെ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ പറയുന്നത്? പേഷ്യൻസിന്റെ വിവരങ്ങൾ അവരുടെ ഒപ്പിട്ട സമ്മതമില്ലാതെ ഒരു കാരണവശാലും പുറത്തുവിടാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് VIP ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അറിയാൻ പബ്ലിക്കിന് ആഗ്രഹം ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊന്നും ഓടിപ്പോയിട്ട് പബ്ലിക്കിലേക്ക് കൊടുക്കരുത്. അവരുടെ സമ്മതമില്ലാതെ ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. അവരുടെ ഒപ്പിട്ട സമ്മതം വേണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ സമ്മതം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഒരു ഫോട്ടോ തന്നെ എടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഇത്രയുള്ളൂ കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയാണ്. ഈ ഒരു ചാപ്റ്റർ ഇവിടെ നിന്ന് നിങ്ങളിപ്പോ ചോദിച്ചില്ലേ ഈ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻസ് വരാന്നൊക്കെ നിങ്ങൾ ചോദിച്ചില്ലേ. ഇങ്ങനെയുള്ള കാര്യത്തിന് ജനറൽ കാര്യങ്ങളാണ്, അതിൽ നിന്ന് വലിയ ക്വസ്റ്റ്യൻസ് വരാനില്ല കേട്ടോ. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചത് എഡ്വേർഡ് ബെർണേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എഡ്വേർഡ് ബെർണേഴ്സ് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഫാദർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങൾ ഫസ്റ്റ് പേജിൽ നമ്മൾ പഠിച്ചു അല്ലെ. അദ്ദേഹത്തിന്റെ ജീവിത കാലയളവ് 1891 തൊട്ട് 95 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് PR ബുക്ക് ക്രിസ്റ്റലൈസിംഗ് ദ പബ്ലിക് ഒപ്പീനിയൻ, അങ്ങനെ ഒരു പെട്ടിയിലാക്കി കൊടുത്തില്ല. അത് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാര്യം അത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാര്യം ബാക്കിയൊക്കെ ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. എഡ്വേർഡ് ബെർണേഴ്സിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്, അതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് പബ്ലിക് റിലേഷൻസ് എന്താണെന്നുള്ളതിന്റെ ഒരു ഡെഫിനേഷൻ, പ്രത്യേകിച്ച് ഒരു ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ നമ്മൾ കണ്ടിരുന്നു. ആ ഡെഫിനേഷൻ ഒരു വർഷം തന്നിട്ട് അത് ആരുടെ കോട്ടാണ് അല്ലെങ്കിൽ ആരാണ് ഇങ്ങനെ പ്രസ്താവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് അറിയണം. ജോൺ മില്ലറ്റിന്റെ ഒരു പ്രസ്താവന. പിന്നെ നമ്മൾ കണ്ടത് നീഡ് ഓഫ് ദ പബ്ലിക് റിലേഷൻ അല്ലെ. പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ പബ്ലിക് റിലേഷന്റെ പ്രാധാന്യം എന്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ പോയിന്റുകൾ കണ്ടിരുന്നു അല്ലെ. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കണ്ടത്. പിന്നെ പറഞ്ഞു ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. 2 മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിച്ചത്. ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡും. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ പ്രവർത്തന രീതികളാണ്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആശയവിനിമയ രീതികളാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലെ. അതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിന്റെ ഇടയിൽ പഠിച്ചൊരു കാര്യമാണ് അഡ്വൈസറി കമ്മിറ്റി എന്താണ്.
ഉപദേശക സമിതി എന്താന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഷോർട്ട് കമ്മിങ്സ് ഒക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അഡ്മിനിസ്ട്രേഷന് കൊടുക്കുന്ന ഒരു സമിതിയാണ് അഡ്വൈസറി കമ്മിറ്റി. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, എന്താണ് അഡ്വൈസറി കമ്മിറ്റി എന്നുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, വിലയിരുത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സൂചകങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സർവേ ഉപയോഗിക്കാം, ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കാം, പിന്നെ വോളണ്ടറി എഫർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി, അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ പഠിച്ചില്ല. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ഇവാലുവേറ്റിംഗ് മെഷറിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. പിന്നെ നമ്മൾ കണ്ടത് ഈ പറയുന്ന ഓരോ ഇൻഡിക്കേറ്റേഴ്സും പബ്ലിക് റിലേഷൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിന് കുറെ പോയിന്റ് പറഞ്ഞില്ലേ. ഇപ്പൊ ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ആണെങ്കിൽ ഗുഡ് പബ്ലിക് റിലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ മോർ ദ ലാമ പേഷ്യൻസ് ആയിരിക്കണമെങ്കിൽ വേഴ്സർ ദ പബ്ലിക് റിലേഷൻ ആയിരിക്കും. അങ്ങനെ ഓരോ സൂചകങ്ങൾ ഏത് രീതിയിലാണ് പബ്ലിക് റിലേഷനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞേ, റോള് പഠിച്ചു. അഡ്വക്കേറ്റ് ആണ്, കമ്മ്യൂണിക്കേറ്റർ ആണ്, അതുപോലെ പ്രോബ്ലം സോൾവർ ആണ്, നല്ലൊരു ഒപ്പീനിയൻ മാസ്റ്റർ ആണ്. അങ്ങനെയുള്ള ആ നെയിമുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇദ്ദേഹത്തിന്റെ ഫംഗ്ഷൻസുകൾ എന്തൊക്കെയാണ്, ആ ഫംഗ്ഷൻസ് തന്നിട്ട് ഇത് ആരുടെ ഫംഗ്ഷൻസ് ആണ്. ഓപ്ഷൻസിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്, അതിനിപ്പോ ഡോക്ടർ ഉണ്ടായിരിക്കും, നഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്, അങ്ങനെയൊക്കെ തരും. അത് ഫംഗ്ഷൻസ് തരുമ്പോൾ അത് ആരുടെയാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അത്രയൊക്കെ ഉള്ളൂ അതിന് വരാനുള്ള സാധ്യത കേട്ടോ. ഇതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി ആരാണ് ഒരു 7th പോയിന്റിന്റെ കാര്യം എന്നോട് ചോദിച്ചത്? പേര് ഞാൻ കണ്ടില്ലല്ലോ. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിച്ചോ നിങ്ങൾ, നമുക്കത് പറയാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട്സ് ആരും 7th പോയിന്റ് ചോദിച്ചത്? ഇന്ത്യന്റെ 7th പോയിന്റ് ചോദിച്ചേ ആരായിരുന്നത്? മെസ്സേജ് അയച്ച ആളൊന്നുകൂടെ മെസ്സേജ് ഇടോ. 7th പോയിന്റ് എന്ന് പറഞ്ഞ് കണ്ടല്ലോ, ആരായിരുന്നു അത്? ഇന്ത്യന്റെ ആയിരുന്നു, പോയോ? ആ, പബ്ലിക് എക്സാമിന് ആരാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തത്? സ്മാർട്ട് ശ്രീ ആണോ? സ്മാർട്ട് ശ്രീ ആണോ? സ്മാർട്ട് ശ്രീ അല്ല, അതിന് വേറെ എക്സാം സെന്റർ ഉണ്ട് കേട്ടോ. എക്സാം സെന്റർ ഉണ്ട്, അവരാണ് മെയിൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. മെയിൻ എക്സാം അവരാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആ, നീഡ് ഓഫ് പബ്ലിക് റിലേഷൻസിന്റെ 7th പോയിന്റ് എന്ന് പറഞ്ഞത് അല്ലെ. ആ, ഏത് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ആണോ? തുടക്കമുള്ള ഭാഗമാണോ നമ്മള് ചോദിച്ചേ? ഏറ്റവും തുടക്കമുള്ള ഭാഗമാണോ ഈ ചാപ്റ്ററിന്റെ നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ? അതാണോ ചോദിച്ചേ? ഈ ഭാഗമാണോ നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ? അതിന്റെ പോയിന്റ് ആണോ പറഞ്ഞത്? 7th പോയിന്റ് 1 2 3 4 5 6 7. ആ, ഒപ്പീനിയൻ മാസ്ട്രോ. ഓക്കെ, പറയാട്ടോ ജസ്മിനി. ആ, 7th പോയിന്റ് നീഡ് ഓഫ് പബ്ലിക് റിലേഷന്റെ 7th പോയിന്റ് ഇംപ്രൂവ് എംപ്ലോയി മൊറാലെ എന്നായിരുന്നു കേട്ടോ. അതായത് ജീവനക്കാരുടെ മനോവീര്യം മെച്ചപ്പെടുത്താനായിട്ട്. ജീവനക്കാരുടെ മനോവീര്യം എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുക? പബ്ലിക്കായിട്ട് റിലേഷൻ നടക്കുമ്പോഴാണ് അല്ലെ. പബ്ലിക്കായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അവരുടെ ഒരു മെന്റൽ കപ്പാസിറ്റി അല്ലെ, മെന്റൽ ക്വാളിറ്റി ഒക്കെ വർദ്ധിക്കുള്ളൂ. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ജസ്മിനി എന്താ പറഞ്ഞത്? ഓപ്പൺ. ആ, ഇപ്പൊ കഴിഞ്ഞ എക്സാം പോലെ ആയിരിക്കും. അതേ അർത്ഥമോ? ഇപ്പൊ കഴിഞ്ഞ എക്സാം പോലെ തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ കഴിഞ്ഞ എക്സാം പോലെ തന്നെയാണ് കേട്ടോ പബ്ലിക് എക്സാം. ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങളിപ്പോ ഒരു എക്സാം എഴുതിയില്ലേ, അതിനേക്കാളും സൗകര്യം ഉണ്ടാവും നിങ്ങൾക്ക്. കാര്യം എന്താണെന്ന് അറിയാമോ? അതെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ 1 2 മൊഡ്യൂൾസിലെ ചാപ്റ്റേഴ്സ് ഒന്നിച്ച് പഠിച്ചിട്ടല്ലേ നിങ്ങൾ മോഡൽ എക്സാം എഴുതിയത്. പബ്ലിക് എക്സാം വരുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് മാത്രമായിട്ട് ഒരു എക്സാം വരും. ഓക്കെ, അപ്പൊ ഇത്രയും എണ്ണം പഠിക്കേണ്ട. പിന്നെ പിറ്റേ ദിവസം മിക്കവാറും നിങ്ങൾക്ക് അവധിയായിരിക്കും. ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ടായിരിക്കും എക്സാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും സൗകര്യമായിരിക്കും. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ആയിരിക്കും? ഇല്ല, നിങ്ങൾ പഠിക്കാം. ഓക്കെ, നിങ്ങൾ പഠിക്കാത്ത വലിയ സ്റ്റെപ്പ് ഒന്നും വരില്ല. നിങ്ങൾ പഠിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടാ. ആ, സെക്കൻഡ് മൊഡ്യൂള് അങ്ങനെയല്ല. സെക്കൻഡ് മൊഡ്യൂൾ അങ്ങനെ തന്നെ കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂള് ചാപ്റ്റേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമല്ലോ കേട്ടോ. ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേക്കായിട്ട്. ഇനി ആരാണ് എന്നോട് ചോദിച്ച ഒപ്പീനിയൻ മാസ്ട്രോ അല്ലെ. ഓക്കെ, ഒപ്പീനിയൻ മാസ്ട്രോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ, ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ, നല്ല നല്ല അഭിപ്രായങ്ങളിൽ വിദഗ്ധനായിട്ടുള്ള വ്യക്തി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് പബ്ലിക് റിലേഷൻ മാനേജർ കൺട്രോൾസ് ഓൾ ഔട്ട്റീച്ച് എഫേർട്സ്. അതായത് ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എഫേർട്സുകളും വ്യാപിപ്പിക്കുന്നതിൽ, പബ്ലിക്കിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, ഹി ഈസ് അക്കൗണ്ടബിൾ ഫോർ മീഡിയ പ്ലേസ്മെന്റ്സ് and arranging the organizational functions and the efforts of the executives.
അദ്ദേഹം ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് മീഡിയ പ്ലേസ്മെന്റുകള്, അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സംഘാടന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനും മറ്റ് എക്സിക്യൂട്ടീവുകളുടെ എഫർട്സിലൊക്കെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ. എന്ന് പറഞ്ഞാല് മീഡിയ പ്ലേസ്മെന്റുകൾ ചെയ്യണം, ഹോസ്പിറ്റലിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മീഡിയ പ്ലേസ്മെന്റുകൾ ചെയ്യണം, പല ഓർഗനൈസേഷണൽ ഫംഗ്ഷൻസ്, ചില ഫംഗ്ഷൻസുകൾ കണ്ടക്ട് ചെയ്യണം, ക്യാമ്പയിനുകളാവാം, എക്സിബിഷൻസ് ആവാം, ഓപ്പൺ ഡേ ഹൗസ് ആവാം, അങ്ങനെയുള്ള സംഘാടന പ്രവർത്തനങ്ങളൊക്കെ ക്രമീകരിക്കണം. അതുപോലെ തന്നെ ഓരോരോ എക്സിക്യൂട്ടീവുകളെ തീരുമാനിക്കണം. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് പ്രാപ്തരായിട്ടുള്ള എക്സിക്യൂട്ടീവുകളൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അതാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു ഡിസൈഡ് എക്സിക്യൂട്ടീവ് അപ്രോപ്രിയേറ്റ് ഫോർ ദ ഈച്ച് സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷനും, ഓരോ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാനായിട്ട് ഏത് എക്സിക്യൂട്ടീവ് ആണ് ഏറ്റവും നല്ലത് എന്ന് തീരുമാനിക്കേണ്ടത് പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അത് മാത്രമല്ല, അങ്ങനെ എക്സിക്യൂട്ടീവിനെ തീരുമാനിക്കുമ്പോൾ ആ എക്സിക്യൂട്ടീവിന്റെ വിവരങ്ങളെല്ലാം തന്നെ അംഗീകൃതമാണെന്ന് ഉറപ്പാക്കണം. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം അത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഉറപ്പാക്കേണ്ടതും ആര് തന്നെയാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ ഒരു ഹെഡിങ്ങും ഈ പറഞ്ഞതുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതെനിക്ക് അറിയില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ പഠിക്കുക, ഈ ഹെഡിങ്സുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അഡ്വക്കേറ്റിന്റെ റോൾ ഉണ്ട്, കമ്മ്യൂണിക്കേറ്ററിന്റെ റോൾ ഉണ്ട്, പ്രോബ്ലം സോൾവറിന്റെ റോൾ ഉണ്ട്, ഒപ്പീനിയൻ മാജിസ്ട്രേറ്റില് ഒരു റോൾ ഉണ്ട്. ഓക്കെ, അത് മാത്രം പഠിച്ചാൽ മതി. അതിൽ നിന്നൊക്കെ ആവുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഉള്ളിൽ നിന്നൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. കാര്യം ഉള്ളിൽ പറയുന്ന എക്സ്പ്ലനേഷനും ഈ പറയുന്ന ഹെഡിങ്ങും ആയിട്ട് ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ യാതൊരു ബന്ധവും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മനസ്സിലാക്കാനായിട്ട്. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? മിസ് പി ജിയിലേക്ക് ആയവർക്ക് ഈ ജനുവരി എക്സാം ഉണ്ട്. എനിക്ക് അറിയില്ല കേട്ടോ ഇതിനെ കുറിച്ച്, പി ജിനെ കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെന്താണ്, അടുത്ത ചാപ്റ്റർ ഞാൻ എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ് കേട്ടോ. എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആ ചാപ്റ്റർ ആണ് കേട്ടോ അടുത്ത ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പ്രിന്റ് എടുത്ത് വെക്കാം കേട്ടോ. എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓക്കെ, അതിൽ കുറച്ച് ലോകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എന്തെങ്കിലും സൂത്രപ്പണിയൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ശരിയാണ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. Thank you, ma'am.